നമ്മുടെ ഈ കത്തോലിക്ക കുടുംബങ്ങളിൽ സഹോദരി സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഐക്യമൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ശരിക്കും ഇത് കത്തോലിക്ക കുടുംബങ്ങളിൽ സഹോദരി സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഐക്യമൊന്നുമില്ല. എല്ലാം വിദ്വേഷം, വെറുപ്പും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വലിയ പരസ്പരം മനസ്സുകൊണ്ട് അകൽച്ചൊക്കെ. ശരിയല്ലേ? ചേട്ടന്മാർ തമ്മിൽ നല്ല ബന്ധമുണ്ടോ? ആങ്ങള പെങ്ങന്മാർ ബന്ധമുണ്ടോ? ഉള്ള കുടുംബങ്ങൾ വളരെ കുറവാണ്. ഭൂരിപക്ഷം കുടുംബങ്ങളിൽ ഒരു ഭിന്നതയുടെ, അസൂയുടെ, അല്ല ഒരു വല്ലാത്തൊരു അരൂപി കത്തോലിക്ക കുടുംബങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോ? അത് കത്തോലിക്ക കുടുംബങ്ങളിൽ തന്നെയല്ല, കത്തോലിക്ക സഭയിൽ നമുക്കറിയാമല്ലോ ഓരോ കാര്യങ്ങൾ. നമുക്കൊക്കെ വിഷമമുള്ള കാര്യത്തിൽ. ശരിക്കും ഒരു സ്പിരിറ്റ്, ഭിന്നതയുടെ, ഡിസ്യൂണിറ്റിയുടെ ഒരു സ്പിരിറ്റ് കത്തോലിക്ക കുടുംബങ്ങളിൽ കണ്ടമാനം പ്രവർത്തിക്കുന്നുണ്ട്. വിഭാഗ്യതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരരൂപി കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ തമ്മിലൊക്കെ ഭിന്നതയിൽ അകൽച്ചൽ കാണുമ്പോൾ ആ സ്നേഹമൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആഴമായ ബന്ധമോ സ്നേഹമോ ഒന്നുമില്ലാതെ എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നു. ശരിയല്ലേ? ശരിയാണെന്ന് ഉറപ്പുള്ളവരെന്ന് കൈയെത്തി കാണിച്ചേ. ഉണ്ടോ? എല്ലാവരും 100% കൈയെത്തുന്നുണ്ട്. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഉണ്ടോ? ഇതൊരു വല്ലാത്തൊരു പിശാചാണ്. കത്തോലിക്ക കുടുംബങ്ങളെ തകർക്കുന്ന ഒരു പിശാചാണിത്. ഇവിടെ ഇതേ നമ്മൾ കാണുകയാണ്, ജോസഫിനെ അവർ അത്യധികം വെറുത്തു, അത്യധികം ദേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. ആദ്യത്തെ സ്വപ്നം കഴിഞ്ഞു. അത് സഹോദരൻ കൊണ്ട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം വെറുപ്പായി, ദേഷ്യമായി. അതുകൊണ്ട് എല്ലാ സ്വപ്നങ്ങളും, നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ, ഒരു നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായിരിക്കാം. അവിടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഇവിടെ വന്ന ഒരു ഫാമിലി ഒരു മോളെയായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ മോള് IAS എഴുതാനായിട്ട് പോവുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൊന്ന് പ്രാർത്ഥിച്ചു. അപ്പം അവർ സംസാരിച്ച് പറയണ ഇക്കാര്യം ആരോടും അവർ പറഞ്ഞിട്ടില്ല. ഈ കൊച്ച് IAS പഠിക്കുന്ന കാര്യമോ ഒരു കാര്യങ്ങളോ ആരോടും പറഞ്ഞിട്ടില്ല. പരീക്ഷ എഴുതി റിസൾട്ട് വന്നിട്ട് അറിഞ്ഞാൽ മതി. അല്ലാതെ നാട്ടുകാരോടും ഇടവക്കാരോടും വീട്ടുകാരോടൊന്നും പറയേണ്ട കാര്യമില്ല. അവർ തന്നെ ഇങ്ങോട്ട് പറയുക. അത് ശരിയാണോ? ഞാൻ പറയും 100% ശരിയാണ്. കാരണം അവരുടെ കുടുംബസാഹചര്യം അല്ലെങ്കിൽ സമൂഹത്തിലെ അറിയാം അല്ലേ. നമ്മുടെ ഇടവക തന്നെ നോക്കാം. നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബത്തിലെ ഒരു പയ്യന് IAS പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ എന്തൊരു സ്നേഹമായിരിക്കും. ഇന്നടുത്ത് ഇന്നാട് മോൻ IAS പഠിക്കുക, അവൻ IAS കിട്ടും, നമുക്കെല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. എത്ര പേര് പ്രാർത്ഥിക്കും നമ്മുടെ ഇടവക്കാർ? പറ. അത് തന്നെ. അപ്പോളെ മനസ്സിൽ കലിപ്പായി, ഇന്നടുത്ത് ഇന്നാടമൻ IAS പഠിക്കുന്നു, അവന് കിട്ടരുതെന്ന് മനസ്സിൽ ആഗ്രഹിക്കുള്ളൂ. ഇതാണ് ഒരു 95% ജനത്തിൻ്റെ മനസ്സിതാ അല്ലേ? ശരിയല്ലേ? അപ്പം ആ ഫാമിലി എന്നോട് പറഞ്ഞു 100% ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട, റിസൾട്ടൊക്കെ വന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിടുകയും ചെയ്തു. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. പരസ്പരം അപ്പുറത്തും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയ ഒരു സ്വപ്നമുണ്ടെന്ന് വിചാരിക്കുക. വലിയ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന നിലയിൽ എത്തിച്ചേരണം, അല്ല ഇന്ന ബിസിനസ് ചെയ്യണം, അല്ല ഇന്ന കാര്യം ചെയ്യണം. ഒരു സ്വപ്നം നിങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരോടും പറയാൻ പാടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ അല്ല 2 പേരുടെ പറയാൻ പാടുള്ളൂ. എല്ലാവരോടും ഇക്കാര്യങ്ങൾ പറഞ്ഞു പരത്താനായിട്ട് പാടില്ല. പറയേണ്ട കാര്യമില്ല. അതൊക്കെ ദോഷം ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് ദോഷം. ഇത് പലരുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഇതാ ജോസഫ് ആദ്യം കണ്ട സ്വപ്നം പറഞ്ഞു. എല്ലാവർക്കും ജോസഫിനോട് ഭയങ്കര വെറുപ്പായി, അവിടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമായി. ഈ സ്വപ്നം ജോസഫ് പറയാതിരുന്നായിരുന്നെങ്കിലോ നല്ലതായിരുന്നു. ഇനി ബാക്കി കേട്ടോ. അടുത്ത് പറയുകയാണ്, വീണ്ടും ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി. ജോസഫ് പറയുക, എന്നെ താണുവണങ്ങി. അവനിത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? പിതാവ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി
താണ് വണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അപ്പന് കാര്യം മനസ്സിലായി. ജോസഫിനെ ദൈവം ഉന്നതനാക്കുന്ന അപ്പന് മനസ്സിലായി. അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ ചോദിച്ചു. എനിക്ക് മനസ്സിലായത് പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് ചോദിച്ചു. അതായത് ഈ സ്വപ്നം അപ്പനോട് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ശകാരിച്ചുകൊണ്ട് ചോദിക്കുക, ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും നിന്നെ താണ് വണങ്ങുമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് ഭയങ്കര അസൂയ തോന്നി. സഹോദരന്മാർക്ക് പിന്നെയും അസൂയായി. പക്ഷേ യാക്കോബ് ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഹൃദയത്തിൽ യാക്കോബിന് കാര്യം മനസ്സിലായി. ഈ സ്വപ്ന ദർശനത്തിൻ്റെ അർത്ഥം വരാനിരിക്കുന്ന ആ നല്ല കാലം, ജോസഫിൻ്റെ ഉന്നതമായ ആ ഒരു കാലത്തെക്കുറിച്ചൊക്കെ യാക്കോബിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെ ബോധ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹൃദയത്തിൽ യാക്കോബ് സംഗ്രഹിച്ചു. യാക്കോബ് ആരോടും മിണ്ടിയില്ല. സഹോദരങ്ങൾക്ക് ഭയങ്കര അസൂയായി, ദേഷ്യമായി, വെറുപ്പായി. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ഈ സ്വപ്നം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അപ്പനോട് ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി, അപ്പാ ഞാൻ ഇതുപോലൊരു സ്വപ്നം കണ്ടു. അപ്പനോട് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞ, അപ്പാ ഇതുപോലെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പൻ ഇതിനുമുമ്പ് സ്വപ്നം കണ്ടിട്ടുണ്ടോ? പറയുന്നേ, അപ്പൻ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ലൂസ് എന്ന സ്ഥലത്ത് അല്ലേ ഒരു കല്ല് തലേണയായിട്ട് വെച്ച് യാക്കോബ് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. എന്താണ്? സ്വർഗത്തിൽ നിന്ന് അല്ലേ ഒരു ഗോവേണി, ഭൂമിയിലേക്ക് ഒരു ഗോവേണി കാണുകയാണ്. ദൈവത്തിന്മാർ ഇറങ്ങുന്ന കയറി നോക്കിയൊരു സ്വപ്നം കണ്ടു. ഈ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥലമാണെന്ന് യാക്കോബ് പറയുക. അപ്പം യാക്കോബ് സ്വപ്നം കണ്ടു. ഇപ്പോൾ ഇത് യാക്കോബിൻ്റെ മകൻ ജോസഫും സ്വപ്നം കണ്ടു. ബാക്കി ഉള്ള 11 മക്കള് സ്വപ്നം കണ്ടു കാണും. പക്ഷേ ദൈവിക സ്വപ്നങ്ങളോ ഒരു പിന്തുടർച്ചയോ അവർക്കില്ല. ഇതൊരു ഇമ്പാർട്ടേഷനാണ്. തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ മകൻ ജോസഫിലേക്ക് ഒരു സ്വപ്നത്തിൻ്റെ ഒരു കൃപ പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ ഒത്തിരി സ്നേഹിച്ചു. ജോസഫിന് നല്ല ഒരു കുപ്പായം ഉണ്ടാക്കി കൊടുത്തിരുന്നു. വായിച്ചിട്ടുണ്ടോ ഇതൊക്കെ? നല്ലൊരു കുപ്പായം ഇളയ മകന് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. അവസാനം ഈ ജോസഫിന് എന്താ സംഭവിച്ചത്? ഈ ജോസഫ് അപ്പനോട് മാത്രം ഇക്കാര്യം പറഞ്ഞാൽ അപ്പൻ ഇതെല്ലാം മനസ്സിലാകും. അപ്പൻ ആരോടും മിണ്ടത്തുമില്ലായിരുന്നു. പക്ഷെ ജോസഫ് ഇത് പൊതുവായിട്ട് പറഞ്ഞു. സഹോദരങ്ങൾക്ക് അസൂയായി, ദേഷ്യമായി, വെറുപ്പായി. അവർക്ക് ജോസഫിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവസാനം ഒരു പ്രാവശ്യം ആടുമയ്ക്കാൻ പോയപ്പോൾ സഹോദരന്മാർ തമ്മിൽ പരസ്പരം ആലോചിച്ചു. എന്താ ആലോചിച്ചത്? ഇവനെ നമുക്ക് തീർക്കണം, പൂശിക്കളയണം, തീർത്തു കളയണം. അവരതിനാലോചിച്ചപ്പോൾ റൂബൻ പറഞ്ഞു, അത് വേണ്ട, ഇവനെ കൊല്ലണ്ട, അത് നമ്മൾ ഇത് ശരിയല്ല. അവസാനം പിടിച്ച് അതിൻ്റെ ഉടുപ്പെല്ലാം എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവിടെ കിടക്കുക. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, യൂദ എന്ന് പറയുന്ന സഹോദരൻ പറയുകയാണ്, നമ്മുടെ സഹോദരൻ പൊട്ടക്കിണറ്റിൽ കിടന്ന് മരിക്കും, അത് ചെയ്തത് ശരിയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് എടുക്കാം. അങ്ങനെ വലിച്ചു കയറ്റി. എന്നിട്ട് 20 വെള്ളിക്കാശിന് ഇസ്മായില്യർക്ക് വിറ്റു. അതെല്ലാം 37-ാം അധ്യായത്തിൽ 20 വെള്ളിക്കാശിന് ഇസ്മായില്യർക്ക് ജോസഫിനെ വിറ്റു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ജോസഫിൻ്റെ അപ്പൻ കൊടുത്ത ആ കുപ്പായം വലിച്ചു ആടിനെ കൊന്ന് എൻ്റെ രക്തത്തിൽ മുക്കി. എന്നിട്ട് അപ്പൻ എടുക്കാൻ പറഞ്ഞതാ, ഏതോ കാട്ടുമൃഗം ജോസഫിനെ കടിച്ചു കൊന്ന് ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൻ നിലവിളിച്ച് കാറാൻ തുടങ്ങി. യാക്കോബ് എൻ്റെ മകനെ ഓർത്ത് ഇങ്ങനെ നിലവിളിക്കുകയാണ്. ഇങ്ങനെ കരയുന്ന അപ്പനെ നമ്മൾ പിന്നെ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ജോസഫിനെ അത് കടിച്ചു കീറി കാണും. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളർന്നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. മകനെ ഓർത്ത് വിലപിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ജോസഫ് ആ സ്വപ്നം പറഞ്ഞത് കൊണ്ടാണ് സഹോദരന്മാരുടെ ഉള്ളിൽ വെറുപ്പ്, വിദ്വേഷം, അസൂയ ഉണ്ടായത്. ആണോ? അതെ. അവിടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ ദൈവിക വെളിപ്പാടുകളും നമ്മൾ എല്ലാവരോടും പറയാൻ പാടില്ല. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കാതെ ആരോടും പറയണ്ട.
പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ ഒരു പാഠം നമുക്ക് തരിക. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിത തലങ്ങളിലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നമ്മൾ പറയേണ്ടത്. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ അവിടെയൊക്കെ പറഞ്ഞു, അല്ലാതെ നമ്മൾ പറഞ്ഞ് അതെല്ലാം നമുക്ക് അവസാനം വലിയ ദോഷമായിട്ട് മാറാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പലരും പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട്. മെയിനായിട്ട് അസൂയയും വിദ്വേഷവും വെറുപ്പും ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകും. അതിന് അസൂയ ഒരു പ്രധാന ഘടകമാണ്. ഒരാളിൻ്റെ ഉയർച്ചയിൽ അസൂയ അല്ലെ മനസ്സിൽ വെറുപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നല്ല പാവപ്പെട്ട വീട്ടിൽ നല്ല കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി വിദേശത്തൊക്കെ പോയി നല്ല ജോലിയൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും അവരോട് പൊരിഞ്ഞ സ്നേഹമാണോ? അല്ല, പലർക്കും അസൂയ. പാവപ്പെട്ട വീട്ടിലെ പിള്ളേരൊക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് നല്ല വീടുമൊക്കെ പണിത് കഴിയുമ്പോഴത്തേക്കും അസൂയാണ് മനുഷ്യർക്ക്. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇത് കുറച്ച് പേർക്കൊക്കെ സന്തോഷം കാണും, നല്ലത് വരുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ അസൂയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പാഠമാണ്. പാവൻ ജോസഫിനെ അവസാനം 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു. ഹല്ലേലൂയ. ഇനി ഈ ജോസഫ് ഒത്തിരി പൊത്തിഫാറിൻ്റെ വീട്ടിൽ അവിടുത്തെ സകലങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു. അവസാനം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ജോസഫ് മാറുക. ഹല്ലേലൂയ. ഇനി ജോസഫിന് ദൈവം ഇതുപോലെ ജയിലിൽ കിടക്കുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തോ? ഇല്ല. ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് ഏറ്റുവാങ്ങേണ്ട സഹനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തില്ല. പക്ഷേ ജോസഫിൻ്റെ ജീവിതത്തിൽ വരേണ്ട വലിയ ഒരു ഉയർച്ച സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു. ആ ഉയർച്ചയിൽ ജോസഫ് എത്തിച്ചേരാനായിട്ട് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു വേണ്ടി വന്നു. 8 വർഷത്തോളം ജയിലിൽ കിടന്നു, കാരാഗ്രഹത്തിൽ കിടന്നു, പീഡനമേറ്റു. അങ്ങനെ ഒത്തിരി കഷ്ടത. പൊത്തിഫാറിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ജോസഫ് എന്ന മനുഷ്യൻ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറിയെങ്കിൽ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ഈജിപ്തിലെ വ്യക്തിയായിട്ട് ജോസഫ് മാറിയെങ്കിൽ, ജോസഫ് അതിൻ്റെ പിന്നിൽ ഒത്തിരി സഹിക്കേണ്ടി വന്നു. ഈ സഹനങ്ങളൊക്കെ നേരത്തെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. നിന്നെ പൊട്ടക്കല്ലിടും, നിൻ്റെ സഹോദരങ്ങൾ നിന്നെ 20 വെള്ളിക്കാശിന് വിൽക്കും. പൊത്തിഫാറിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ നീ ജയിലിൽ അടയ്ക്കപ്പെടും, ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തോ? ഇല്ല, ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരണമെന്ന് ഒരു നിർബന്ധമില്ല. വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അത് എല്ലാം നമ്മൾ വെളിപ്പെടുത്താനായിട്ടും പാടില്ല. ഹല്ലേലൂയ. ജോസഫ് ആ വെളിപ്പെടുത്തൽ കൊടുത്തുകൊണ്ടാണ് സഹോദരങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകേണ്ടി വന്നു. അവസാനം പൊട്ടക്കല്ലിട്ടു. ഇതൊക്കെ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിവേകവും സൂക്ഷിക്കുക. നല്ല വിവേകം വേണം. എന്നിട്ടേ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പാടുള്ളൂ, പറയാൻ പാടുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എല്ലാ കാര്യവും എല്ലാവരോടും തുറന്ന് പറയരുത്. വീണ്ടും നമ്മൾ കാണുന്നു ലൂക്കാസ് സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച്. യേശു ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയതിനു ശേഷം ബാലനായ യേശു മാതാവിൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ നസ്രത്തിലേക്ക് പോയി അവിടെ അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയാണ്. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അവിടെ പറയാണ് അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. മറിയം ആരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല. മറിയം ഇക്കാര്യങ്ങളാണ് യാക്കോബ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തൻ്റെ മകൻ ജോസഫ് ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന് യാക്കോബിന് മനസ്സിലായി. യാക്കോബ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോ ആരാണെന്ന് പരിശുദ്ധ മാതാവിനെയായിരുന്നു. മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക്
നല്ല ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.